ഹായ് കൂട്ടുകാരെ, നമസ്കാരം. നമ്മളിന്ന് പുതിയൊരു ബോർഡർ ലൈൻ ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം സ്കെയിലും പെൻസിലും എടുത്തിട്ട് രണ്ട് സൈഡും മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നടുഭാഗം ഇതുപോലെ നമ്മൾക്ക് ചെയ്യേണ്ട ഡിസൈൻ ആദ്യം മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ തെറ്റാതെ ചെയ്യാൻ പറ്റും. ഈ ഡിസൈനാണെന്ന് ചെയ്യുന്നത്. ഇത് സാരിയുടെ ബോർഡർ ഡിസൈനാണ്. വളരെ എളുപ്പമാണ് ചെയ്യാൻ. നമുക്ക് ആദ്യം ഇതിൻ്റെ അരിക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതുപോലെ കുത്തി എടുക്കുക. ശേഷം ഇതുപോലെ എടുക്കുക. നൂല് വലത് സൈഡിലിടുക സൂചിയുടെ. അതിനുശേഷം ആദ്യം ഉണ്ടായിരുന്ന സ്റ്റിച്ചിൽ നമ്മളിങ്ങനെ രണ്ട് വട്ടം ചുറ്റി എടുക്കുന്നു. അന്നേരം നമുക്ക് ഇതുപോലത്തെ ഒരു ഡിസൈൻ കിട്ടുന്നത് കാണാം. വീണ്ടും ഇങ്ങനെ കുത്തുന്നു. ഇവിടെ എടുക്കുന്നു. സൂചിയുടെ വലത് സൈഡിൽ നൂലിടുന്നു. ഇതുപോലെ വലിച്ചെടുക്കുന്നു. അതിനുശേഷം ആദ്യത്തെ സ്റ്റിച്ചിൻ്റെ ബാക്കിൽ കൂടി നൂല് രണ്ട് വട്ടം ചുറ്റിയെടുക്കുന്നു. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനത്തെ ഡിസൈൻ കിട്ടും. വളരെ എളുപ്പമാണിത്. ഇതുപോലെ ഈ മൂല വരെ തുന്നുക. ഇനി നമ്മൾ ഈ പൂവാണ് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ സൂചി മുകളിലേക്ക് കുത്തിയെടുക്കുക. ഇവിടെ കുത്തി താഴ്ത്തുക. ശേഷം ഇതുപോലെ കുത്തിയെടുക്കുക. അതേ ലെവലിൽ തന്നെ വലത് സൈഡിൽ കുത്തി താഴ്ത്തുക. ആദ്യത്തെ മാർക്കിൽ കൂടി മുകളിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം വീണ്ടും ഇവിടെ നിന്ന് കുത്തിയെടുക്കുക. ഇവിടെ കുത്തി താഴ്ത്തുക. സെൻറ്ററിൽ താഴ്ത്തുക. ഈ ഡിസൈനാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി താഴെ നിന്ന് ഇങ്ങനെ കുത്തിയെടുക്കുക. ഇവിടെ കുത്തി താഴ്ത്തുക. ഇവിടെ സൈഡിൽ നിന്ന് കുത്തി മേലോട്ട് എടുക്കുക. ഈ സൈഡിൽ താത്തി കൊടുക്കുക. ഇത് ഫ്ലൈ സ്റ്റിച്ചാണ്. വളരെ ഈസിയുള്ള സ്റ്റിച്ചാണ്. നമ്മൾ ഒരുപാട് വട്ടം പഠിച്ചിട്ടുള്ളതാണ്. രാജസ്ഥാനി സാരികളിൽ, ഗുജറാത്തി സാരികളിലൊക്കെ കാണുന്ന, ഷോളുകളിലൊക്കെ കാണുന്ന ഡിസൈൻ ഇതാണ് അധികമായിട്ടും. ഇവിടെ കുത്തുക. തൊട്ട് താഴെ താത്തുക. ഇടത് സൈഡിൽ കുത്തി മുകളിലേക്ക് എടുക്കുക. വലത് സൈഡിൽ കൂടി താഴേക്ക് താഴ്ത്തുക. നടുക്കു കൂടി മുകളിലേക്ക് പൊക്കിയെടുക്കുക. നല്ലൊരു ഡിസൈനായി. വീണ്ടും ഇടത് സൈഡിൽ കുത്തി പൊക്കിയെടുക്കുക. വലത് സൈഡിൽ താഴ്ത്തുക. നടുക്കു കൂടി കുത്തി മുകളിലേക്ക് എടുക്കുക. സെൻറ്ററിൽ താത്തി കൊടുക്കുക. വളരെ ഈസിയാണ് ചെയ്യാൻ. ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്.
ഇനി നമ്മളിവിടെ ഇതുപോലെ ലേസി ഡേസിയുടെ 4 പെറ്റൽ വെച്ച് കൊടുക്കണം. ഇതുപോലെ ലേസി ഡേസി പെറ്റൽ ഉപയോഗിച്ച് ലീഫും ഫ്ലവറൊക്കെ തുന്നുക. ഇനി നമ്മളിവിടെ നടുക്ക് ഒരു മുത്താണ് വെച്ച് കൊടുക്കുന്നത്, ഗോൾഡൻ മുത്താണ്. ഇതുപോലെ ഇവിടെ ഒരു ഗോൾഡൻ മുത്ത് വെച്ച് കൊടുക്കുക, ഇവിടെയും ഒരു മുത്ത് വെച്ച് കൊടുക്കുക. ഇതുപോലെ ഇതിൻ്റെ ബോർഡർ ഫുള്ള് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. എല്ലാവരും ഇത് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. വളരെ ഈസിയാണ് ചെയ്യാൻ. ഇത് ഫ്ലൈ സ്റ്റിച്ചാണ്. താങ്ക് യു.